ബിഗ് ബോസ് സീസൺ 7-ലെ ദ മോസ്റ്റ് വെയ്റ്റഡ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ. ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ വരാൻ പോകുന്ന പ്രൊമോ കഴിഞ്ഞ ഐറ്റം ആണ് മക്കളെ. ഞാൻ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഞാൻ എന്റെ വക പറയുന്നില്ല. എപ്പിസോഡ് വരാൻ ഇനി മണിക്കൂറുകൾ വെയിറ്റിംഗ് ആണ്. അതാണ് ആദ്യം പ്രൊമോ ആണ്. അതെന്താ പറയാ, ഞാൻ കണ്ട് നീച്ചെന്ന് ഒരു വഴിക്കായിട്ടുണ്ട്. ആരാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ആൾക്കാർ? എന്താണ് ലക്ഷ്മി, ഇതിന് ആൻസർ ചെയ്തേ പറ്റൂ. പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? നിങ്ങളുടെ ചെലവ് ജീവിക്കുന്ന ആളാണ്. ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവര്. ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ മസ്താനിക്ക് എന്താണ് കുഴപ്പം? ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7. നാട്ടുകാർക്ക് ഉത്തരവേ പറയുള്ളൂ, ഇറങ്ങിപ്പോ ഷോ നിൽക്കല്ല, ഇറങ്ങിപ്പോ. ഇത്തിരിയെങ്കിലും ഉളുപ്പും നാണവും മാനവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ വായനത് കേട്ടിട്ടും അവിടെ കാടിച്ച് പിടിച്ച് നിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ഗതി കെട്ടവളാടി ഇറങ്ങിപ്പോയിക്കൂടെ. കാരണം എന്താ അറിയോ, ഇന്ന് വലിയ മാസമായിട്ട് അന്ന് ഡയലോഗ് അടിച്ചോള് ഇന്ന് ലിറ്ററലി അവിടെ ഇരുന്ന് മെഴുകുന്നുണ്ടായിരുന്നു കട്ടിന്റെ മുകളിൽ ഇരുന്നിട്ട്. ഞാൻ റിയലൈസ് ചെയ്തു, ഞാൻ ചെയ്തത് തെറ്റാണ്. ഒരാളെ തെറ്റ് മനസ്സിലാക്കി അയാൾ റിയലൈസ് ചെയ്യുന്നതും അയാൾ മാപ്പ് ചോദിക്കുന്നതും ഒക്കെ നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഊക്കലക്ഷ്മിക്ക് മാത്രം ഇത്രയും വലിയൊരു എന്താ പറയാ, അത്ര സംഭവം അവിടെ ഉണ്ടായി. അക്കണ്ട ആൾക്കാർ ഫുൾ അതിനെ എതിർത്ത്, ആ മനുഷ്യൻ കരഞ്ഞ്, അയാൾക്കത് അത്രയും പേഴ്സണലി ഹേർട്ടായി. അതിനുശേഷം ജയിൽ നോമിനേഷൻ വന്ന് ഇതൊക്കെ കഴിഞ്ഞ് ലാലേട്ടൻ വരുന്നതിന്റെ തലേദിവസം മാത്രം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തിരിച്ചറിവും ഒരു ബോധവും ഊക്കെ ലക്ഷ്മിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത തിരിച്ചറിവ് തന്നെയാട്ടോ. ഭയങ്കര കഴിവാണ്. ഇതിനെന്താ പറയാ, മെഴുകുക, ഉരുണ്ടിങ്ങനെ കളിച്ചിട്ട് വീണോടത്ത് കടന്ന് മെഴുകുക. ഇതിനും നല്ല എന്താ പറയുക, ഇത്തിരി ഉളുപ്പും നാണോ മാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്ത് ഇറങ്ങി പോണം ഷോവിനകത്തുനിന്ന്. മനസ്സിലായില്ലേ എന്ത് വർത്താനാ പറഞ്ഞത്? എനിക്കിതൊന്നും ഇഷ്ടമില്ലല്ലോ അല്ലേട്ടാ. ഏത് ഈ LGBTQ ഇതൊന്നും പിന്നെ എന്തിനാ ഷോയിൽ കയറി പോകുന്നത്? ഓരോ മനുഷ്യന്മാരും ഓരോ രീതിക്കാണെന്നും ഈ പറഞ്ഞ ബിഗ് ബോസ് ഷോ വർഷങ്ങളായിട്ട് LGBTQ കമ്മ്യൂണിറ്റിക്ക് വിസിബിലിറ്റി കൊടുക്കുന്ന ഒരു ഷോ ആണെന്നും അറിഞ്ഞുകൊണ്ട് സ്വയം മെഴുകാൻ വേണ്ടി നാറാൻ വേണ്ടി കയറി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഫേക്ക് UK ഇത്രയ്ക്ക് ചോദിക്കാനുള്ളൂ. ഉളുപ്പില്ലേ ലൈഫിൽ? ഉളുപ്പില്ലായ്മയാണ് മെയിൻ എന്നുള്ളത് ഇന്നത്തെ ഒരു എപ്പിസോഡ് കാരണം മനസ്സിലായി. ഇതിന് മുമ്പ് ഒരു പ്രീ പ്രമോ വന്നിരുന്നു. പ്രമോയുടെ മുമ്പ് വേറൊരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തും ലാലേട്ടൻ കട്ടക്കലിപ്പിലാവും എന്നുള്ളത് നമുക്കൊരു ഗസ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഐറ്റം അല്ലേ, ഇത് തീപ്പാറി ഐറ്റം ആണ്. ആ ഒരു എപ്പിസോഡിന് ഞാൻ കാത്തിരിക്കാൻ മക്കളെ. ഇനി പലരും ഇന്നത്തെ ലൈവ് കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മിസ്സായി കാണും. ഇന്ന് UK ലക്ഷ്മി ലൈവിൽ കടന്ന് മെഴുകിയ കഥ കൂടി നിങ്ങളൊന്ന് അറിയണം. ഓക്കെ, ഞാനതിനകത്ത് ഒരു കാര്യങ്ങളുണ്ട്. ഇവള് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ കാര്യമായിട്ട് എടുക്കാത്ത രീതിയിലുള്ള ഒരു കുട്ടിയാണ്. ഓക്കെ, എനിക്ക് ട്രിഗർ ആവുന്ന പല കാര്യങ്ങളും മസ്താനി അത് ലൈറ്റായിട്ട് എടുക്കുന്ന കണ്ടിട്ടുണ്ട്. ആ ഒരു കണ്ടീഷനിങ് വെച്ചിട്ടാവാം ഇത് അവൾ അത്രയും മണിക്കൂർ എന്താ പറയാറ് ഇപ്പൊ തന്നെ ചോദിക്കണം എന്നുള്ളത്. എനിക്ക് പ്രഷർ കൂടാൻ ഒരു റീസൺ, വൺ ഓഫ് ദി റീസൺസ് അതായിരുന്നു. അതാണ് നീ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തിനാ ഇത്രയും ഓവർ ആക്ട് ചെയ്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ചെയ്യുന്ന തെറ്റാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. മിനിയാന്ന് രാത്രിയാണ്, ഇന്നലെ പകലായപ്പോഴത്തേക്കുമാണ് ഓക്കെ എനിക്ക് റിയലൈസ് ചെയ്യുന്നത് മസ്താനി എന്താണ് ഹൈപ്പ് ആവാൻ എന്നുള്ള സങ്കടത്തിലാണ്. UK ലക്ഷ്മി ഇവിടെ വന്നത് ഒറ്റയ്ക്ക് കളിക്കാൻ, ഗ്രൂപ്പിസം പൊളിക്കാൻ, വേറെ ആരുടെയും മൗത്ത് പീസ് ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് UK ലക്ഷ്മി ഇവിടെ കടന്ന് പാറിക്കളിച്ചിരുന്നത്. ഇപ്പൊ എന്തേ മസ്താനിന്റെ മൗത്ത് പീസ് ആയോ UK ലക്ഷ്മി? മസ്താനിക്ക് എന്താ വായി നാവൊന്നുമില്ലേ അവിടെ പറയാൻ? അല്ല, സങ്കടം ഇത്രയും മസ്താനി പറയാതെ എന്തെങ്കിലും വിഷമിച്ച് നിൽക്കുന്നത് ആലോചിച്ചപ്പോ എനിക്കാണ് കയറി ചൊറിയാൻ തോന്നിയത്. എന്നിട്ടോ ചൊറിയും ചെയ്തു. അക്കണ്ട ആൾക്കാർ ഫുൾ ആ ചൊറിഞ്ഞത് വെറും ഇറലവന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാന്ന് പറഞ്ഞപ്പോ അതൊന്നും മനസ്സിലാക്കാതെ ലാലേട്ടം വരുന്നതിന്റെ തലേ ദിവസം മാത്രം ഒരു തിരിച്ചറിവ് വന്ന് നാലാളെ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ പറയുന്ന ആരോടാ? നൂറ, റെന, അക്ബർ, ഇവരെയൊന്നും ഈ UK ലക്ഷ്മി കണ്ണിന്റെ വഴി കൂടി അടുപ്പിക്കാത്തോളാ. അക്ബറിനോട് അറപ്പ്, നൂറേനെ അതിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത്, മറ്റേ റെന ഫാത്തിമ ചെറിയ കുട്ടി, ഇമാതിരി ഡയലോഗ് അടിച്ചോള് ലാസ്റ്റ് ഇവരെ മുന്നിൽ കടന്ന് കാല് പിടിച്ച് കെഞ്ചി മെഴുകേണ്ട ഒരു അവസ്ഥയ്ക്ക് എത്തിയില്ലേ UK. ഇതിനാണ് പറയുക, ഇതിന് കർമ്മ എന്ന് പറയും. കിട്ടേണ്ടത് കിട്ടും,
കിട്ടേണ്ട ടൈം തന്നെ കിട്ടും. അത് 8:30 കിട്ടും. ഇന്ന് കിട്ടിയത് ഞങ്ങള് കാണാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ല മെഴുകല് കണ്ടില്ല, മെഴുകല് ബാക്കിയുണ്ട്. അല്ലല്ല പോയിന്റ് ഔട്ട് ചെയ്തപ്പോഴത്തേക്കും അല്ല, ലൈക്ക് ആ ഒരു ഇമോഷൻ പിന്നെ എനിക്ക് ഡൗൺ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ആഫ്റ്റർ തോട്ട് വരുമല്ലോ. ഞാൻ ഈ റിയലൈസ് ചെയ്യും ഞാനല്ല ആളെ ജഡ്ജ് ചെയ്ത്. ഇതിനകത്ത് ഇപ്പോഴും എനിക്കറിയത്തില്ല ഒരിക്കലും റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ആ ജഡ്ജ് ചെയ്യാനുള്ള ഒരു സ്ഥാനത്തും അല്ല ഞാനിരിക്കുന്നത്. ഈ വിഷയത്തിൽ ജഡ്ജിമെന്റിലാവാൻ എന്തുകൊണ്ടും ആർക്കും ജഡ്ജിമെന്റിലാകാൻ പറ്റുന്ന മസ്താനി മാത്രമാണ്. ഐ എം റെഡി ടു ഫേസ് ഇറ്റ്. എന്ത് എക്സ്ട്രീം ആയിട്ടുള്ള ഇതാണെങ്കിലും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുന്നത്. കോൺസിക്വൻസ് ഒഴിവാക്കാനോ അല്ലെങ്കിൽ നാളെ ഇത്ര എനിക്ക് സ്പേസ് കിട്ടത്തില്ല സംസാരിക്കാൻ. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലെടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. അത് റോങ് ആണ്, റോങ് ആണ്, അത് റോങ് ആണ്, സമ്മതിക്കുന്നുണ്ട്. ആൾക്ക് ഞാൻ ചെയ്ത ഡാമേജ് അത് ഞാനിപ്പോ ഒരു സോറിയിലോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് പകരം ചെയ്താലോ ആളുടെ മെച്ചൂരിറ്റി കൊണ്ടായിരിക്കും ആൾ ഇങ്ങനെ എന്തായാലും തിരിച്ചറിവ്. അപ്പൊ അതാണ് റീസൺ. റീസൺ വേറൊന്നുമല്ല. നാളെ ലാലേട്ടൻ, അതായത് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോണേല് UK സ്പേസ് കിട്ടില്ല, നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെന്തായി, മുന്നേ കണ്ട 4 ആളെ വിളിച്ചിരുത്തിയിട്ട് ഇത് എന്താണെങ്കിലും ഔട്ട് പുറത്ത് പോകണല്ലോ. അത് പോവാൻ വേണ്ടി ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ തിരിച്ചറിവ് വന്നു, എനിക്ക് ബോധോദയം വന്നു എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം എങ്ങനെയെങ്കിലും നാട്ടുകാരുടെ ഇടയിൽ ഒന്ന് വെളുപ്പിച്ചെടുക്കണം. അതിന് പുട്ടിയും കോലും ആയിട്ട് UK ഇറങ്ങിക്കുകയാണ് ഈ മുതല്. ഫുള്ള് കണ്ടന്റ് പോണല്ലോ, അങ്ങോട്ട് വിടണല്ലോ. അതിന് വേണ്ടിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് വേറെ കോമഡി ഞാൻ പറഞ്ഞുതരാം. അതിൽ അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട്. ആരാണ് ഇതിൽ സംസാരിക്കേണ്ടത്? മസ്താനി. ആരാണ് സംസാരിക്കണം? മസ്താനി. മസ്താനിക്കാണെന്നുണ്ടെങ്കിൽ ഇതില് മറ്റേ തൊണ്ടയില് പഴം കുടുങ്ങിയ അവസ്ഥയാണ്. എന്തോ ഒന്നും പറയാൻ പറ്റുന്നില്ല. മസ്താനി പെട്ടുപോയി, ലിറ്ററലി മസ്താനി കുടുങ്ങി. മസ്താനിക്ക് UK-നൊപ്പം നിക്കണോ അതോ ഞാൻ പറഞ്ഞത് ശരിയാണോ അതാണ് മസ്താനിക്ക് കൺഫ്യൂഷൻ ആയി സത്യം പറഞ്ഞല്ലേ. അല്ലെങ്കിൽ മസ്താനി 100 എന്തെങ്കിലും ഒരു കാര്യത്തിന് മസ്താനിന്റെ കാര്യം കൂടി ആകുമ്പോ മസ്താനി ഇങ്ങോട്ട് തെറിക്കും. മസ്താനി ഇതൊന്നും ആലോചിക്കുക, 100 പറഞ്ഞു കൊടുക്കുന്നത്. ആ 100-നെയാണ് ഇവര് പറഞ്ഞു കുടുംബത്തിൽ കയറ്റാൻ പറ്റില്ല. എന്നിട്ടും കൂടി 100 ലക്ഷ്മിയോട് പറയുന്നത്. എങ്ങനെയുണ്ട് ഫ്രെയിം ഒന്ന് ആലോചിക്കും. കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്ത ഇവളുമാരെന്ന് പറഞ്ഞിട്ട് അതേ 100-യുടെ മുന്നിൽ പോയിരുന്നു വാലും മടക്കി വെച്ച് കെഞ്ചി കേക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ UK തീർന്ന് നീ മോളെ. ഈ എന്താന്നുള്ള നാട്ടുകാർക്ക് എക്സ്പോസ് ആയിട്ടുണ്ട്. ഇറങ്ങിപ്പോ, സ്വയം ഇറങ്ങിപ്പോ അല്ലേ. നാട്ടുകാരെ ഇറക്കി വിടും. നാളെ മാനം കെട്ട് ഇറങ്ങേണ്ടി വരും. മനസ്സിലായില്ലേ? സർട്ടിഫൈഡ് പോയ്സൺ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ മൈൻഡിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ ഈ ബിഗ് ബോസ് കൂട്ടായ്മയും പരിപാടികളൊക്കെ നമുക്കുണ്ടല്ലോ. ഞാൻ ഇതുവരെ എനിക്ക് ആ കൂട്ടായ്മയിൽ ഒരാളുമായിട്ട് ഒന്നും എനിക്ക് അങ്ങനെ പേഴ്സണലി ഒന്നും തോന്നിയിട്ടില്ല. ഗെയിമായിട്ട് അങ്ങനെ കാണുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ വിത്തിനോട് ഞാൻ അവിടെ കണ്ടാലടക്കം എന്റെ പൊന്നളിയാ ഞാനില്ല. കാരണം എന്താ പറയുക, എനിക്ക് ഇങ്ങനത്തെ സർട്ടിഫൈഡ് വിഷത്തിനൊന്നും ഇന്റെ ഓള് പറഞ്ഞല്ലോ ഇങ്ങനെ ചുറ്റുപാടും ഞാൻ ആരും അടുപ്പിക്കാറില്ല. ഇന്റെ 7 അയൽവക്കത്തേക്ക് അടുപ്പിക്കാൻ താല്പര്യം. ഇങ്ങനത്തെ വിഷങ്ങൾ നമ്മളെ 7 അയൽവക്കത്ത് വന്നാലൊക്കെ നമുക്ക് പോയിസൺ അടിക്കും. ഇനി വല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ മീഡിയക്കാരോടൊക്കെ പറയണം 50 സെന്റിമീറ്റർ വിട്ടുന്നിട്ട് വേണം വരാന്നൊക്കെ. അല്ല ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ നെഞ്ഞത്തേക്ക് വരും. സായി മറ്റേ വീട്ടിലെ എന്റെ കാര്യം പറയാൻ നീ ആരടി അതിന്റെ അടുത്ത് കയറിയിട്ട് മറ്റൊരു വീട്ടുകാരെ പറയാന്നുള്ള ഒരു ചോദ്യം എനിക്ക് ചോദിക്കാണ്ട്. ബാക്കി ഞാൻ വരുമ്പോ പറഞ്ഞു കൊടുക്കാം. ബാക്കി അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അനു കൂടെ നിന്ന് അതിനെനിക്കും ക്യാമറ എടുക്കുന്ന സമയത്താണ് ക്ലാപ്പ് ചെയ്തത്. ഓക്കെ, ആ ക്ലാപ്പ് അനുവിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് പേടിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്ക് വന്ന ക്യാമറയിൽ കയറുന്നത് കണ്ടുകൊണ്ടാണ് ക്ലാപ്പ് ചെയ്തത്. ഒരിക്കലും അന്വേഷണം ഒന്നിയിൽ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നാളത്തെ റിയാക്ഷൻ വെച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ജനറലി ഗിൽറ്റി ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ അധികം ആയിട്ടും അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന സംസാരിക്കുന്ന ആളല്ല. ഇത് വെച്ചിട്ട് എനിക്കൊരു ഗെയിം പ്ലാനോ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് എനിക്കൊരു ഇത് കിട്ടും, പ്ലേസ് കിട്ടും എന്നുള്ളതായിരുന്നു 2 വർഷം ഇത് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ഒരു ഇത് എന്തായാലും ഉണ്ടാകത്തില്ല. എല്ലാവരും ബിസിയാണ്. വന്നിരിക്കാൻ പറഞ്ഞാൽ അതിനുള്ളൊരു സ്പേസ് എനിക്ക് തരേണ്ട കാര്യം ആർക്കും ഇല്ല. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈം എനിക്ക് തരേണ്ട കാര്യമില്ല. ഓക്കെ, പക്ഷെ ഇൻഡിവിജ്വലി എനിക്ക് പറയാനുള്ളത് എന്നുള്ളത് വെച്ചിട്ട് ഞാൻ പറയാം. അക്സെപ്റ്റ് ചെയ്യോ, മനസ്സിലാക്കാതിരിക്കോ, ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇഷ്ടം. റിലീസ് ചെയ്തപ്പോ തൊട്ട് എനിക്കത് പറയണമായിരുന്നു. ഈവനിങ് ജയിലിൽ പോകുന്നതിന് മുന്നേ അതോ അവിടെ ഇറങ്ങുന്ന ടൈമോ എപ്പോഴാണ് വാഷ്റൂം കഴിച്ച് തന്നെ ഞാൻ മുന്നിലെടുത്ത് സോറി എന്നുള്ളത് പറയുന്നത്. അതിന്റെ ഇടയ്ക്കാണ് അഭിലാഷിനെടുത്ത് ഞാൻ പറയുന്നത് എനിക്ക് എല്ലാവരോടും സംസാരിക്കണം. ഞാൻ പുരുഷവിരുദ്ധ അങ്ങനത്തെ സംഭവം ഒന്നും അല്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു ജെൻഡറിന്റെ ബേസിസിലോ അങ്ങനെ വെച്ചിട്ടല്ല. ഇവിടെ സ്ത്രീകൾ ചെയ്ത പല പ്രശ്നങ്ങൾക്കെതിരെ ലക്ഷ്മിയുടെ വോയിസ് നോക്കിയിട്ടില്ല. ഞങ്ങൾ കാണുന്നത് എന്താ,
ഞങ്ങൾ കാണുന്നത് പുരുഷന്മാർക്കെതിരെ മാത്രം വോയിസ് റൈസ് ആവുന്നത്. ഞാൻ ഡയറക്ട്ലി ഇൻവോൾവ് ആയ കാര്യത്തിന് ഞാൻ അക്ബർ റേസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ മസ്താനിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇതിനകത്ത് പോലും ഇൻവോൾവ് ആയത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. ഇങ്ങനെ കടന്ന് ഡബിൾ സ്റ്റാൻഡ് അടിക്കുന്ന ഒരു സത്യസന്ധമായ കാര്യം. ഞാൻ അങ്ങനെ കാണാത്ത കാര്യങ്ങളിൽ ഇടപെടാറില്ല. മസ്താനിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ട് പറഞ്ഞു മാത്രം. ഇതേ UK ലക്ഷ്മി മസ്താനി ക്ലോസ് ഫ്രണ്ട് അല്ല എന്നും ആകെ ഉള്ളത് ഈ സാബു മാം മാത്രം എന്തോ UK കണക്ഷൻ, അവരെ UK കണക്ഷൻ കൊണ്ട് മാത്രമാണ് ആ കണക്ഷൻ കൊണ്ട് മാത്രം അറിയുന്നത്. അതും പുറത്തുനിന്ന് അറിയുമെന്ന് നമുക്കറിയാൻ പാടില്ല. ഉള്ളിലെത്തിയപ്പോ എന്തോ ആണെന്നാണ് ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ഒരു വർത്താനം പറഞ്ഞു. പിന്നെ പല സമയങ്ങളിലായിട്ട് ഇപ്പൊ നോമിനേഷൻ ചെയ്യുന്ന സമയത്തും പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്ത് ആരായിട്ടും അങ്ങനെ കമ്പനി ഇല്ല, കണക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് UK ലക്ഷ്മി ഇപ്പൊ പറയുന്നത് മസ്താനി ഫ്രണ്ടാണ്, മസ്താനിക്ക് വേണ്ടി സംസാരിക്കും. അപ്പൊ അതേ വീട്ടില് ഫ്രണ്ട്സ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കെതിരെ ഗ്രൂപ്പാണ് പപ്പാനിനെയും ഈ പറഞ്ഞ അക്ബറിനെയും പറഞ്ഞ UK ലക്ഷ്മി മസ്താനി ഇപ്പൊ എവിടെ വന്നായിരിക്കണം നിങ്ങൾ ആലോചിക്കും. ദിസ് ഈസ് കോൾഡ് പ്യോർ കർമ്മ. കർമ്മ എന്ന് പറഞ്ഞാണല്ലോ വേട്ടപ്പട്ടി പോതിര തിരിഞ്ഞ് 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 കടിച്ചോണ്ടേയിരിക്കും. ഇപ്പൊ അതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ അക്ബറിന്റെ മുന്നിൽ പോയിരുന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് അക്ബർ ഊക്കി വിടുന്നുണ്ട്. ഇതേ അക്ബറിനെയാണ് സ്ത്രീ വിരോധി എന്ന് പറഞ്ഞത്. പുരുഷ വിരോധം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഇല്ല അക്ബർ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇതേ അക്ബർ എന്നെ ലക്ഷ്മിയോട് പറയാം ഞാൻ സ്ത്രീ വിരോധിയല്ല, ഞാൻ ആ സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ അത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും ആ സിറ്റുവേഷനിൽ എന്ന് പറഞ്ഞാൽ ഈ ഊക്ക് ലക്ഷ്മി അത് സമ്മതിച്ചു കൊടുക്കോ ഇല്ലല്ലോ. കർമ്മ, ഇതാണ് കർമ്മ എന്ന് പറയുന്നത്. അവനാന്റെ വായെന്ന് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് തന്തയില്ലായ്മയും വിളിച്ച് പറയാം, എന്തും കണ്ടന്റ് ആക്കാന്ന് വിചാരിച്ച് ബിഗ് ബോസിൽ പോകുന്നവർക്ക് ഇതൊരു മികച്ച പാഠമാണ് ഈ ഊക്ക് ലക്ഷ്മിക്ക് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? നാട്ടുകാർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ മുതൽ ബോയ്ക്കോട്ടാണ്. ഊക്ക് ലക്ഷ്മിക്ക് എൻ്റെ വോട്ടില്ല. ഞാൻ അത് ഉറപ്പിച്ചറിയില്ല. കാരണം ഇവള് പുറത്താവണ ദിവസം ഉണ്ടല്ലോ ഞാൻ പാട്ടിന് പട്ടക്കം വാങ്ങി ഞാൻ പൊട്ടിക്കും. എനിക്ക് അത്രയും കലി വരുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ ആ ഒനിയിലെ കരച്ചിലിൻ്റെ എനിക്ക് പോണില്ലത്. ആ ചെങ്ങായി ആ പറയുന്ന സാധനം നെഞ്ചിനകത്ത് കല്ലുപോലെ കിടക്കുക. 42 വയസ്സായി ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഈ ലോകത്ത്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഇപ്പൊ ഞാൻ പറയാം, നമ്മൾ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് പല കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ടും പല രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തുണ്ടാവുമ്പോൾ ഒരു ഔട്ട് ബ്രേക്ക് വരും. അകത്തുണ്ടാവുന്നതിന്റെ ഒരു എന്താ പറയുക ചിലപ്പോൾ പുറത്തു വരും. ഇപ്പൊ ഏതെങ്കിലും ഒരു XYZ കണ്ടസ്റ്റന്റ് നിങ്ങൾ എടുത്തോ, ഇതേപോലെ ഒരു സ്ത്രീ കേസ് വന്നു കഴിഞ്ഞാൽ പുറത്ത് ഇതിനു മുമ്പ് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അയാൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇരുന്നോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംഗതികൾ കുത്തിപ്പൊങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, പല സാഹചര്യത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രീവിയസ് ഡീറ്റ്സ് അവർ ഇതിനു മുമ്പ് ചെയ്തു വെച്ച കാര്യങ്ങൾ. യോനിയുടെ കേസിൽ എന്തെങ്കിലും വന്നോ, ഏതെങ്കിലും രീതിയിലുള്ള അലിഗേഷൻ അല്ലേ? ഒന്നുമില്ല. അതാണ് അയാൾ അത്രത്തോളം നല്ല രീതിയിൽ ഒരു മനുഷ്യനെ. ഇത് രണ്ടാളെയാണ്. ആദിലാനോറേനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്നും നല്ല തറവാട്ട് നല്ല കുടുംബത്തിൽ എന്ത് കുടുംബം തറവാട്. അതെ, അത് മാത്രല്ല വേദലക്ഷ്മി ലാലേട്ടൻ ക്ലാസിക് സാധനം. എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, സത്യത്തിൽ ക്വിറ്റ് ചെയ്യണം വേദലക്ഷ്മി. നിർത്തിപ്പോരുക, പണി നിർത്തിപ്പോരുക വേദലക്ഷ്മിക്ക് നല്ലത്. മസ്താനി പിന്നെ നിർത്തിപ്പോരേണ്ട കാര്യമില്ല. മസ്താനിനെ നാട്ടുകാരായിട്ട് തൂക്കി ഇട്ടോളും പുറത്തേക്ക്. വേദലക്ഷ്മിന് ആ വഴിക്ക് തന്നെ വിടും. കാരണം മലയാളി പ്രേക്ഷകരെ ഇപ്പോൾ എല്ലാവരും നമ്മളൊക്കെ പറയും സീരിയൽ ഓഡിയൻസ് ആണ്, കുലകളാണ്, പലരും കുലസ്ത്രീ അല്ലെങ്കിൽ സീരിയൽ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നവരാന്ന് പറഞ്ഞാലും ഭയങ്കര മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മാറ്റം സംഭവിച്ചു. അതായത് ഇതൊക്കെ കണ്ടും കേട്ടും നമ്മുടെ ചുറ്റുപാടിൽ ഇതേപോലുള്ള വിഷങ്ങളെ കൊണ്ട് ജീവിതം തുലഞ്ഞ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അവരെ കയ്യുന്നു വോട്ട് പോയിട്ട് ഒരു കൺസിഡറേഷൻ പോലും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ കുറച്ചും കൂടി മൂത്ത ജനറേഷൻ ആണ് വിചാരിക്കുക. ഇതൊക്കെ ഏകദേശം നമ്മുടെ ഒക്കെ ജനറേഷനിൽ വരുന്ന ആൾക്കാരും കഴിഞ്ഞിട്ട് ഇതിനൊക്കെ നല്ല പ്രായമുണ്ട്. നല്ല പ്രായമുണ്ട്. ഇത് നമ്മളെ കൂട്ടത്തിലും കൂട്ടണ്ട. ഇത് നല്ല പ്രായമുണ്ട് ഇതിനൊക്കെ. ഇതിനെ കണ്ട ഞാൻ പറയുന്നേ കണ്ടു വെച്ചോണ്ടെന്നല്ലോ പറയുന്നത്. നല്ല പ്രായം കാണുമായിരിക്കും. എനിക്ക് ഈ സാധനത്തിന് 7 അയൽവക്കത്ത് കൊണ്ടുവരുന്ന എനിക്ക് ഇഷ്ടമല്ല. കാര്യം പറയണോ, എനിക്ക് പറയാനേ താല്പര്യമില്ല. ഈ അഖിൽമാരൊരു ഒരു പെട്ടടി ഇതിനെ കൊണ്ട്. സിനിമ ഇറങ്ങി ആദ്യം സിനിമ അത്രയും മോശം സിനിമയാണ്. ഓക്കെ, അഭിനയിച്ച കുറച്ച് ആൾക്കാർ മാത്രമേ അതിന് മെച്ചമുള്ളൂ. ഞാൻ ഇന്നലെ എന്റെ റിവ്യൂ പറഞ്ഞു. കാരണം ടെക്നിക്കലി ബ്ലണ്ടർ ആണത്. ഓക്കെ, അഖിൽമാരൊരു വരുന്നത് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടതാ, ഞാൻ ലക്ഷ്മിന്റെ ഫ്രണ്ട് ഒന്നുമില്ല, ലക്ഷ്മി എനിക്ക് അറിയ പോലും ഇല്ല. ഈവൻ ബിഗ് ബോസ് പോകുമ്പോ വരെ ലക്ഷ്മി 19-ാം തീയതി കണ്ടിട്ട് പറഞ്ഞിട്ട് പോലും ഇല്ല പോണ കാര്യങ്ങള്. പിന്നെ എങ്ങനെ ലക്ഷ്മിന്റെ ഫ്രണ്ട്? ഈ അവസ്ഥയാണ്. മനസ്സിലായില്ലേ? അറഗൻസ് ഒക്കെ ആവാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റബേൺ ആവാം. നമുക്ക് ഞാൻ എന്ന് പറഞ്ഞ ഭാവം കാണിക്കാം.
പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചെയ്യേണ്ട ആളുകളോടും സിറ്റുവേഷനിലും ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ജീവിതത്തിൽ മൊത്തം ഞാനാണെല്ലാം, ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് എൻ്റെ വഴി എന്നൊക്കെ പറഞ്ഞു പോകണ മറ്റേ പടയപ്പ സ്റ്റൈലൊന്നും എല്ലായിടത്തും വർക്കൗട്ട് ഒരാളോട് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഫാൾസ് അലിഗേഷൻ പറയുമ്പോ എന്തൊരു മോശമല്ല ശരിക്കും പറഞ്ഞാൽ. അതല്ല, ലാലേട്ടൻ ചോദിച്ചൊരു ചോദ്യം കേട്ടോ, മറ്റത് ജെൻഡറിന്റെ. മസ്താനി പറയാ, ലാലേട്ട ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത് ജനറലൈസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. പിന്നെ എന്തോ അലക്കൊക്കെയാണ് മസ്താനി ഈ ഇന്റർവ്യൂവിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ വിളിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ചാനലിൽ ഇരുത്തിയിട്ട് ഇരുന്ന് ചർച്ചകൾ ചെയ്തിരുന്നത്, നിങ്ങൾക്ക് വിസിബിലിറ്റി കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ കാശ് കിട്ടുമ്പോൾ എന്തും ചെയ്തു കൊടുക്കും മസ്താനിയൊക്കെ. അതാണോ കാശ് കിട്ടുമ്പോൾ ഞാൻ എന്ത് പരിപാടി പറഞ്ഞാലും ഞാൻ ചെയ്യാം, ഞാൻ റെഡിയാണ്, ഇതാണോ? ഒരു സെൽഫ് സ്റ്റാൻഡ് ഒന്നും ഇല്ല അപ്പൊ മസ്താനിക്കൊന്നും. ഉളുപ്പില്ലായ്മ വിളിച്ചു പറയും വീണ്ടും വീണ്ടും വന്നിട്ട്. അങ്ങനെയാണെങ്കിൽ പറയേണ്ടിയിരുന്നു ഒന്ന് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത്. ആ കോണ്ടസ്റ്റ് തന്നെ തന്നെയാണ്. അതായത് ഇങ്ങനെ കാര്യങ്ങൾ ലെസ്ബിയൻ ഗേ എന്നുള്ള ഇതൊക്കെ ഒരു എന്താ പറയാ ജനറലൈസ് ചെയ്യുന്നതിനും അതിന് വിസിബിലിറ്റി കൊടുക്കുന്നതിനും താല്പര്യമില്ല. ഇതാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ലൈഫിൽ അങ്ങനെ സ്റ്റാൻഡ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ഷോൺ ദാറ്റ് ബിഫോർ. ലൈക്ക് നിങ്ങളെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് അങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ബാക്കിയുള്ളവരുടെ ഇന്റർവ്യൂ നിങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നു. ഇന്റർവ്യൂവിൽ കുറച്ച് ചിരിച്ചിട്ടും കുറച്ച് കരഞ്ഞിട്ടും കുറച്ച് ക്യൂട്ട്നെസ് വിതറിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഉള്ളു തന്നാവണം, അത്രേ ഉള്ളൂ. ക്യൂട്ട്നെസ്സും ചൂട്ട്നെസ്സും ഒക്കെ വിതറിക്കൊണ്ടിരിക്കല്ലേ. ഇപ്രാവശ്യം കണ്ടസ്റ്റൻസ് കാരണം ഒരു കാര്യം ഉണ്ടായി, ലാലേട്ടനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇല്ല, ഇതുവരെ കാണാത്ത ലാലേട്ടനെ നമുക്ക്, അതായത് ഈ എല്ലാ സീസൺ കഴിയുമ്പോൾ ലാലേട്ടന് നെഗ്ഗ. ഇങ്ങനത്തെ ചില വേസ്റ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കും, നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കൊള്ളാം. രാത്രി ബിഗ് ബോസ് ആണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ എടുക്കണം, എന്നാലും ലാലേട്ടനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഫയർ ആവുന്നത് ഇവിടെയാണ്. അതേപോലെ ഇന്ന് യൂക്കലക്ഷ്മി ആ ക്ലിപ്പ് ഒന്ന് പുറത്തു വിടൂ. യൂക്കലക്ഷ്മി ഒന്ന് സോറി ചോദിച്ച് മെഴുകുന്നൊന്ന് കാണാനാ ഒനീലിനോട്. പ്ലീസ് ബിഗ് ബോസ് ഒരു റിക്വസ്റ്റ് ആണ്, ഊക്കലക്ഷ്മി ഒനീലിനോട് മാപ്പ് ചോദിക്കുന്ന വിഷ്വൽസ് ഇന്നത്തെ പ്രൊമോയില് കണ്ടില്ലേ അവളുടെ മുഖം. ഇവിടെ വിചാരം എന്താ അറിയോ, 2 ജെൻഡർ സ്ക്വാഡ് എന്നെ രക്ഷിക്കും. ലാലേട്ടനല്ലേ അങ്ങനെയല്ലേ, ലാലേട്ടൻ സ്വന്തം ആൾക്കാരിലൊക്കെ ജെൻഡർ സ്ക്വാഡ് എന്നെ രക്ഷിക്കും. 2 ജെൻഡർ സ്ക്വാഡൊക്കെ എന്നോ കൈവിട്ട്. കാരണം എന്താ പറയുക, തെമ്മാടിത്തനം വിളിച്ചു പറഞ്ഞാൽ അതിലുള്ളത് മനുഷ്യന്മാരാ. മനസ്സിലായി, മനുഷ്യന്മാരാണ്. ഇതെന്താ അറിയോ, കമ്മ്യൂണിറ്റി പറയണം. ഭാഗത്തേക്ക് എവിടെയും വരുന്നില്ലടേ അവര്. മേലേക്ക് വല്ലവരും വന്നോ അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവളെ ഹിസ്റ്ററി എനിക്കൊന്നും അറിയണം. ഈ 2 ജെൻഡർ സ്ക്വാഡിലുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ അവരെ ഉപദ്രവിച്ച് കാണും, അല്ലെങ്കിൽ ട്രോമ കാണും, അല്ലെങ്കിൽ അവർക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആരെങ്കിലും ഒക്കെ അവർക്ക് കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇത് 4 വോട്ടിന് വേണ്ടിയിട്ട് സെയിം പാറ്റേൺ കഴിഞ്ഞ സീസണിൽ ഒരാൾ അഡാപ്റ്റ് ചെയ്ത അതേ പാറ്റേൺ പിടിച്ചു കൊടുത്തിട്ട് ആ വോട്ട് ബാങ്ക് ഇങ്ങോട്ട് മറയ്ക്കാന്നുള്ള പിറ്റി പരിപാടി, തേർഡ് റേറ്റ് പരിപാടി. സ്വന്തം നിലയ്ക്ക് കളിച്ച് ജയിക്കാനല്ല. അതേപോലെ ആൺവിരോധം കാണിച്ചാലും ഇതിപ്പോ ആൺവിരോധം കാണിച്ചാലും അവരെ കിട്ടും, കൊല കിട്ടും. വീടിന്റെ മുന്നിൽ മാർക്കറ്റിൽ തിരിച്ചു പോകുമ്പോ 2 കൊല പഴമായിട്ട് പോകാൻ പറ്റും, അതിനപ്പുറമൊന്നും പറ്റൊന്നുമില്ല. മനസ്സിലായില്ലേ? എന്തായാലും ഊക്കാൻ എത്രയെങ്കിലും പറയണമെന്നില്ല. ലാലേട്ടനും പറഞ്ഞു, ഞാനും പറഞ്ഞു. എപ്പിസോഡ് വരട്ടെ. ഊക്കലക്ഷ്മി